ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. പഴയന്നൂർ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ 10ാമത് പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം ഭക്തിസാന്ദ്രമായി. പഴയന്നൂർ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ 10ാമത് പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം ഭക്തിസാന്ദ്രമായി നടന്നു. പഴയന്നൂർ വടക്കേത്തറ SNDP യോഗം പഴയന്നൂർ ശാഖയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത്. ഗണപതി ഹോമത്തോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കമിട്ടു. തുടർന്ന് കലശാഭിഷേകം നടന്നു. MN കേശവൻ ശാന്തികളുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ ഗുരുപൂജയും ഉണ്ടായിരുന്നു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മലയാള ഭാഷയിലെ ഏറ്റവും കൂടുതൽ ജീവചരിത്രം ഇറങ്ങിയിട്ടുള്ളത് നാരായണ ഗുരുവിനാണ്. ഈ ഗുരുവിനെ ഇപ്പോഴും പുതിയ ജീവചരിത്രങ്ങൾ ഇറങ്ങിക്കൊണ്ടുമിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇപ്പോഴും അത് പൂർണ്ണമായിട്ടില്ല. പ്രതിഷ്ഠാദിന സമ്മേളനവും പ്രൗഢമായി നടന്നു. ചേലക്കര യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ അതുല്യ ഘോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ശാഖാ പ്രസിഡന്റ് വിജയകുമാർ അധ്യക്ഷനായിരുന്നു. KP ഗോപാലകൃഷ്ണൻ, നാരായണൻ മാസ്റ്റർ, ഡോക്ടർ TV വത്സൻ, ശാഖാ വൈസ് പ്രസിഡന്റ് PK സോമൻ, രഞ്ജിനി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഓരോരുത്തരും നിത്യേന പാരായണം ചെയ്യുന്ന ഒരു കീർത്തനമാണ് ഗുരുസ്തുതി അല്ലേ? ആ ഗുരുസ്തുതി പറയുകയാണ്, ആരായുകിൽ അന്ധത്വമൊഴിച്ച് ആദിമനസ്സിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം അല്ലേ? അതായത് ഗുരുദേവന്റെ ഗൃഹസ്ഥ ശിഷ്യരിൽ ഏറ്റവും പ്രധാനിയായിരുന്നു ആര്? കുമാരനാശാൻ. ആ കുമാരനാശാൻ ഗുരുവിൽ കണ്ട ദൈവ ചൈതന്യത്തെയാണ് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് പകർന്നു തന്നത്. സിന്ധു സജീവൻ മാവേലിക്കര ഗുരുവല്ലോ പരദൈവം എന്ന വിഷയത്തിൽ ശ്രീനാരായണ ഗുരുദേവ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. മുതിർന്ന മുൻകാല ശാഖാ പ്രവർത്തകരെ ആദരിക്കലും SSLC +2 പരീക്ഷകളിൽ വിജയം കൈവരിച്ച ശാഖാ അംഗങ്ങളുടെ മക്കൾക്കുള്ള അനുമോദന പരിപാടിയും സംഘടിപ്പിച്ചിരുന്നു. പ്രസാദ വിതരണത്തിന് ശേഷം വിശേഷാൽ പൂജ, ദീപാരാധന എന്നിവയോട് കൂടിയാണ് പ്രതിഷ്ഠാ വാർഷിക മഹോത്സവ പരിപാടികൾക്ക് സമാപനമായത്. അവർക്ക് ഈ കോഴിയുടെ രക്തവും മറ്റു ഇതിനെയൊക്കെയാണ് വഴിപാടായിട്ട്. CCV ന്യൂസ്, പഴയന്നൂർ.